നമ്മൾ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്? നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ. അപ്പോൾ വലിയ അടുക്കളയ്ക്ക് മാത്രമാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് എല്ലാവരുടെയും ഇടയിലുള്ള ഒരു ധാരണയാണ്. പക്ഷേ എന്നാൽ നമുക്കൊരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സ്പേസിൽ എങ്ങനെയാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. വർണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വർണ ഇൻറ്റീരിയർ സൊല്യൂഷൻ്റെ ഒരു കിച്ചൺ ഡിസ്പ്ലേ യൂണിറ്റിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കിച്ചണിലെ അടുപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 3 ബർണറായിട്ടുള്ള ഒരു സ്റ്റൗ ആണ്. ഇതിപ്പം 3 ബർണർ, 4 ബർണർ, 5 ബർണർ, അതുപോലെ 2 ബർണർ, അങ്ങനെ നമുക്ക് എത്ര ബർണർ വേണമെങ്കിൽ ഇങ്ങനത്തെ അടുപ്പുകൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ സ്റ്റൗവിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 3 ബർണറുള്ളൊരു അടുപ്പാണ്. ഈ അടുപ്പിൻ്റെ അതേ വലിപ്പത്തിലുള്ള ചിമ്മിനിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഈ അടുപ്പിന് തൊട്ട് താഴെയായിട്ട് ഒരു കട്ട്ലറി യൂണിറ്റാണ്. ഈ കട്ട്ലറി യൂണിറ്റ് വരുമ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ PVC കട്ട്ലറി യൂണിറ്റാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് അടുപ്പിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പാകത്തിന് തവികളും സ്പൂണ്, കത്തി, അങ്ങനെ നമുക്ക് കിച്ചണിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കട്ട്ലറി ട്രേയിൽ നമുക്ക് അടക്കി വയ്ക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റാണ്. ഈ പ്ലേറ്റ് ബാസ്ക്കറ്റിൽ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്ലേറ്റുകളും നമുക്ക് ഈ ബാസ്ക്കറ്റിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിലിപ്പം ഏകദേശം ഒരു 45 കിലോ വരെ നമുക്കിതിൽ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള ബാസ്ക്കറ്റാണിത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ ഉടയുന്ന വിധത്തിലുള്ള പ്ലേറ്റുകളും നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സ്റ്റീലിൻ്റെ കനം കുറഞ്ഞ പ്ലേറ്റുകൾ മാത്രമല്ല, കനം കൂടിയ ഇതുപോലത്തെ കുപ്പിപ്പാത്രങ്ങൾ വരെ നമുക്കിതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് സിങ്കാണ്. സിങ്ക് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ ഫിനിഷിലുള്ള ഒരു സ്ക്വയർ ടൈപ്പ് സിങ്കാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിങ്കുകൾ തന്നെ നമുക്ക് പല ഷേപ്പിലും, അതുപോലെ ഓവൽ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, അങ്ങനെയൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവിടെ സ്റ്റീൽ ഫിനിഷിൽ സ്ക്വയർ ഷേപ്പിൽ. ഇതതുപോലെ തന്നെ ഗ്രാനൈറ്റിൻ്റെ കളറിൽ ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ട് നമുക്ക് സിങ്ക് കിട്ടും. അപ്പോൾ സിങ്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഇപ്പോൾ സിങ്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളൊരു ഗ്ലാസും പ്ലേറ്റും ഒക്കെ കഴുകിയിട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രേ ആണ്. അങ്ങനത്തെ ഒരു ബാസ്ക്കറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ താഴത്തെ ഈ ഒരു ട്രേ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന വിധത്തിലാണ്. അതായത് നമ്മൾ കഴുകി പാത്രങ്ങൾ ഇതിൽ വയ്ക്കുമ്പോൾ ഈ വെള്ളം ഈ ട്രേയിലേക്കായിരിക്കും വീഴുക. ഈ ട്രേയിൽ നിന്ന് വെള്ളം നമുക്കെടുത്ത് കളയാൻ പറ്റും. ഒപ്പം തന്നെ പിന്നീട് ഇതിലേക്ക് തിരിച്ച് വയ്ക്കാനും പറ്റും. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നനവുള്ള പാത്രങ്ങളും നമുക്ക് ഈ ട്രേയിലേക്ക്, ഈ ബാസ്ക്കറ്റിലേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് സിങ്കിൻ്റെ തൊട്ട് താഴെ വരുന്നത് ഒരു വേസ്റ്റ് ബിൻ. അതായത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും വലിയൊരു പ്രശ്നമായിട്ട് വേസ്റ്റ് ബിന്നാണ്. അതായത് വീട്ടിലെ അടുക്കളയിൽ തുറന്നിരിക്കുന്ന വിധത്തിലായിരിക്കും വേസ്റ്റ് ബിൻ എപ്പോഴും ഉണ്ടാവുക. അത് വല്ലാത്തൊരു തലവേദനയാണ് നമുക്ക് ആ വേസ്റ്റ് ബിൻ ഇങ്ങനെ തുറന്നിരിക്കുന്നത്. ഇത് ഈ ബാസ്ക്കറ്റായിട്ട് തന്നെ വേസ്റ്റ് ബിൻ ഉള്ള കാരണം നമുക്ക് അത് അടച്ച് വയ്ക്കാം. അത് വേസ്റ്റ് ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ബക്കറ്റ് എടുത്ത് ഇത് കളഞ്ഞ് കഴുകി തിരിച്ച് വീണ്ടും ഇതിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. അപ്പോൾ തുറന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, വേസ്റ്റ് തുറന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അടുക്കളയിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു വേസ്റ്റ് ബിൻ എന്നുള്ള ഒരു ബാസ്ക്കറ്റ് ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. സാധാരണ അടുക്കളയുടെയൊക്കെ കബോർഡ് എപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് വുഡൻ ഫിനിഷിലാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഗ്ലാസ് ഫിനിഷിലാണ് അടുക്കളയുടെ കബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു റെഡ് ഗ്ലാസ്സിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസ് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ വെള്ളമോ അഴുക്കോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമുക്കത് തുടച്ചെടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത്. ഒപ്പം തന്നെ നമ്മുടെ അടുക്കളേനെ അതൊന്നുകൂടി കളർഫുള്ളാക്കുകയും ഹൈജീനാക്കുകയും ചെയ്യുന്നതാണ് ഈ ഗ്ലാസ് കൊണ്ടുള്ള കബോർഡ്സ്. അടുത്തതായിട്ട് സിങ്കിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഒരു ഡിറ്റർജൻറ്റ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാസ്ക്കറ്റാണുള്ളത്. ഈ ഡിറ്റർജൻറ്റ് ഹോൾഡറിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വിം ലിക്വിഡ്, അതുപോലെ തന്നെ സോപ്പ് പൊടി, അങ്ങനത്തെ വാഷ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ ഇങ്ങനെ ബാസ്ക്കറ്റായിട്ട് വെച്ച് ഇതിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഡിറ്റർജൻറ്റ് ഹോൾഡർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും നമ്മളൊരു കോർണർ ഭാഗം, അതായത് അവിടെ സാധനങ്ങൾ വയ്ക്കാനും എടുക്കാനും ഒക്കെ ഉള്ള പ്രയാസം ഓർത്തിട്ട് നമ്മളെപ്പോഴും അത് ഒഴിവാക്കിയിടുകയാണ് പതിവ്. പക്ഷേ എന്നാൽ നമുക്കിവിടെ ഒരു കോർണർ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോർണർ സ്പേസ് പരമാവധി
യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കോർണർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ബാസ്ക്കറ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ബാസ്ക്കറ്റ് ഇങ്ങനെ വരും, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ബാസ്ക്കറ്റ് നമുക്ക് പുറമേക്ക് ഇങ്ങനെ തള്ളി വരും. ഇത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോർണറിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം വയ്ക്കാൻ പറ്റും. ഒപ്പം തന്നെ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ പോർഷൻ വലിക്കുമ്പോൾ തന്നെ ആ പോർഷൻ ഇങ്ങോട്ട് നീങ്ങി വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ അതിന് എടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു കോർണർ ഭാഗം നമുക്ക് ഒഴിച്ചിടേണ്ട കാര്യമില്ല. ആ കോർണറിലും കൂടി നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ അടക്കി ഒതുക്കി വയ്ക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ ഈ ഒരു കോർണർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുൾ ഔട്ട് ബാസ്ക്കറ്റാണ്. പുൾ ഔട്ട് ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനത്തെ ചെറിയ സ്പേസിൽ ഒതുങ്ങാൻ പറ്റുന്ന ഒരു ബാസ്ക്കറ്റാണ്. ഇതിൻ്റെ മെയിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചായപ്പൊടി, പഞ്ചസാര, അതുപോലെ കുക്കിംഗ് ഓയിൽ, പിന്നെ നമ്മളുടെ സ്പൈസസ് ഒക്കെ നമുക്ക് ഈ അടുപ്പിന് തൊട്ട് താഴെയായിട്ട് പുൾ ഔട്ട് ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം രണ്ട് തട്ടായിട്ടാണ് ഈ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 3 ടയറുള്ളതും ഒക്കെയും 3 ടയറും അതുപോലെ 2 ടയറൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇവിടെ ഇപ്പം 2 തട്ടായിട്ടുള്ള ബാസ്ക്കറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ടോൾ യൂണിറ്റ്. ടോൾ യൂണിറ്റ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റാണിത്, ടോൾ യൂണിറ്റ്. അതായത് നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡോറിൻ്റെ മുകളിൽ നമ്മൾ ബാസ്ക്കറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലും ബാസ്ക്കറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല വെയിറ്റ്, ഒരു 45 kg വരെ വെയിറ്റുള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെയൊക്കെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പം ഇത്തിരി ഹൈറ്റ് കൂടിയ ബോട്ടിൽസാണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാസ്ക്കറ്റിൻ്റെ ഹൈറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഈ ടോൾ യൂണിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും ബാസ്ക്കറ്റുകൾ ഇതിൽ സെറ്റ് ചെയ്ത കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ഒരു ബാസ്ക്കറ്റാണ് ഇത് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിനും വെച്ചിരിക്കുന്നത് നമ്മൾ പ്രൊഫൈൽ ഹാൻഡിൽസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഏത് ഡയറക്ഷനിൽ നിന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ നിന്നിട്ടാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും പറ്റുന്ന വിധത്തിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ബാസ്ക്കറ്റുകളും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് വെച്ചിട്ടാണ്. ഹിഞ്ചസ് തന്നെ നമുക്ക് ഓട്ടോ ക്ലോസ് വരുന്നുണ്ട്, അതുപോലെ സോഫ്റ്റ് ക്ലോസ് വരുന്നുണ്ട്. സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എല്ലാ കബോർഡും തുറന്ന് അടയ്ക്കുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റായിട്ട് പോയിട്ട് അടയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ ഈ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ കബോർഡിൻ്റെ ഉള്ള ഇത്രയും നീളമുള്ള കബോർഡല്ല, ഇത് നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് ഇങ്ങനെ അടച്ചാലും ഇത് പോയി ഭയങ്കര സ്ലോ ആയിട്ട് പോയി അടയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ വേറൊരു കബോർഡാണ്. ഈ കബോർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മുകളിലോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കബോർഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് നമ്മളുടെ ക്രോക്കറിയോ, ഇതിലിപ്പം കപ്പ് ആൻഡ് സോസറാണ് നമ്മളിതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ക്രോക്കറി ഐറ്റംസ് ഒക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റുന്ന വിധത്തിലാണ്. ഇത് നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കബോർഡ്സാണ് ഇത് വരുന്നത്. ഇത് മുകളിലേക്ക് ഇങ്ങനെ തുറന്നിരിക്കാൻ വേണ്ടി നമ്മളിതിലൊരു പ്രോലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യണത്. ഈ പ്രോലിഫ്റ്റ് തന്നെ നമുക്ക് വെയിറ്റിനനുസരിച്ച്, അതായത് നമ്മുടെ ഈ ഡോറിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ട് ഈ പ്രോലിഫ്റ്റ് മാറ്റം വരുത്തി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എത്ര വെയിറ്റ് കപ്പാസിറ്റി ഉള്ള ഒത്തിരി വെയിറ്റ് കപ്പാസിറ്റി ഉള്ള പ്രോലിഫ്റ്റ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ 2 കബോർഡുകളും കൂടിയും ഇതിലിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ക്രോക്കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിൽറ്റ് ഇൻ ഓവനാണ്. അതായത് നമ്മളെപ്പോഴും വീടുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവൻ എപ്പോഴും കാണുന്നത് ഇങ്ങനെ ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മളുടെ കട്ടിങ് സ്പേസ് കളയുന്ന വിധത്തിലാണ് നമ്മൾ ഓവൻ എപ്പോഴും കൊണ്ടുവയ്ക്കാറ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ അടുക്കളയൊക്കെ ആകുമ്പോൾ നമ്മുടെ കട്ടിങ് സ്പേസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബിൽറ്റ് ഇൻ ഓവൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കബോർഡ്സിൻ്റെ സെയിം അലൈൻമെൻറ്റിലായിരിക്കും നമ്മുടെ ഈ ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൽ വേറെ പ്രൊജക്റ്റ് ചെയ്തിട്ടോ ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് നമ്മളുടെ കബോർഡ് പോലെ തന്നെ അതേ അലൈൻമെൻറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഓവൻ വരുന്നത്. ഇവിടെ ഇപ്പോൾ 2 ഓവനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മൈക്രോവേവ് ഓവനും ഒന്ന് ഗ്രില്ലിംഗ് ടൈപ്പുള്ള ഓവനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ മൈക്രോവേവ് ഓവൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഒപ്പം തന്നെ നമ്മളുടെ സെക്കൻഡ് ഓവൻ വന്നിട്ട് ഗ്രിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഓവൻ. അങ്ങനെ 2 ഓവൻ നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സ്പേസിലാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 2 ഓവനായി, നമ്മളുടെ ടോൾ യൂണിറ്റായി,
അതുപോലെ തന്നെ നമുക്ക് കോർണർ യൂണിറ്റ് വന്നു, പ്ലേറ്റും അതുപോലെ തന്നെ ക്രോക്കറിയൊക്കെ വെക്കാൻ പാകത്തിന് നമുക്ക് അങ്ങനത്തെ സ്പേസ് നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയ സ്പേസിലാണ് നമ്മൾ ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബിൽട്ടിൻ ഓവൻ പോലെ തന്നെ നമുക്ക് ബിൽട്ടിൻ ഫ്രിഡ്ജും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതങ്ങനെ ഒരു ബിൽട്ടിൻ ഫ്രിഡ്ജാണ്. ഇതിപ്പം ഇങ്ങനെ ഇതാണ് ഫ്രിഡ്ജ് വരുന്നത്. താഴെ നമ്മൾ ഫ്രീസർ, അതുപോലെ മുകളിൽ ഈ ഒരു സ്പേസ് വരുന്നത്. ഇതും ഇപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കിച്ചൻ്റെ സ്പേസ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജ് വീട്ടിൽ വയ്ക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് കയറി നിന്ന് ഒത്തിരി സ്പേസ് നമ്മുടെ വീടിൻ്റെ അകത്തെ അടുക്കളയുടെ അകത്തെ നമ്മൾ പോകാറുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇപ്പം ഫ്രിഡ്ജായാലും ഓവനായാലും എല്ലാം ഒരു സെയിം അലൈൻമെൻറ്റിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചൻ്റെ സ്പേസ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ബിൽട്ടിൻ ഫ്രിഡ്ജ്, ബിൽട്ടിൻ ഓവൻ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനിലൂടെ അറിയുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡുലാർ കിച്ചനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ മോഡുലാർ കിച്ചനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.